കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ഉമ്മ പലപ്പോഴും നാട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്നെ കാണാൻ വരുന്നവർക്ക് വാഹന സൗകര്യം അടവുകയില്ല, എന്നെ കാണാൻ വരുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ സൗകര്യം അവിടെ ഇല്ല, അവരെ കാണാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല, അതുകൊണ്ടാണ് കോഴിക്കോട് അവർ താമസിക്കുന്ന അവർ പറഞ്ഞു. ആളുകൾക്ക് വേണ്ടി വടവൂരിൽ അവർ വന്നതോടുകൂടി നമ്മൾ കാണാത്ത വികസനങ്ങൾ ഇനി എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വരിക എന്ന് അറിയുകയില്ല. കണ്ട് അനുഭവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. അൽ ഔസ് യുബായുഹുൽ കുൽ, ഔസിനോട് എല്ലാവരും ബയ്യത്ത് ചെയ്യണം. എല്ലാ നാട്ടുകാരും, എല്ലാ ജീവികളും, ജിന്നും മലക്കും മുഴുവൻ ആളുകളും. അങ്ങനത്തെ ഒരു പദവിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുല്ലാഹിന്റെ പദവി. ഇത് യഥാർത്ഥത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന, ചെവിടുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സംഭവമാണ്. ഒരാളോട് ചോദിച്ചു, ഇവിടെ നിന്ന് വലിയ മഹത്തുള്ള ആളാന്ന് പറയുന്നല്ലോ, എന്താണ് തെളിവ്? അവർ പറഞ്ഞതെന്താ അറിയോ? നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ കാലിൻ്റെ ഭാഗത്തും തലിൻ്റെ ഭാഗത്തും രാവിലെയും വൈകുന്നേരവും വലിയ വലിയ ആലിമികളല്ലേ ജീവിതകാലത്ത്? അതല്ലേ. ഒരാളവരെ കല്യാണം ക്ഷണിച്ചു. പറഞ്ഞു, ഞാൻ തന്നെ കല്യാണമല്ലേ, പിന്നെ ഇതിന് കല്യാണത്തിന് വേണമെന്ന് ചോദിച്ചു. എപ്പോഴും കല്യാണം പോവാൻ. ഹയാത്ത് കാലത്ത് അവർക്ക് ഇടപെട്ട് ഒരൊറ്റ നോട്ടം കൊണ്ട് എത്രയായിരം ആളുകൾ വലിയ വലിയ പദവിയിൽ അവരാക്കിയല്ലോ. വഫാത്തിൻ്റെ ശേഷവും അവരൊന്ന് നോക്കുകയാണെങ്കിൽ അതിനാൽ പല അവസ്ഥയും തരും. നമ്മളൊക്കെ കൽബ് അവരെ കറാമത്ത് കൊണ്ട് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. മക്കാമെന്ന് എന്നോടൊരാൾ പറഞ്ഞേ, മദീനത്തിപ്പോൾ ഹന്തക്ക് വരെ ഒന്നായിട്ട് നിരത്തിക്കാണ്, വരെ ഒക്കെ പള്ളിയാക്കുകയാണ്. ഇവിടെ എവിടെയാ നിരത്തുക, എവിടെയാ സൗകര്യപ്പെടുത്തുക എന്ന് അറിയില്ല. സത്യത്തിൽ വണ്ടി വെക്കാൻ സ്ഥലമില്ല, ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. എന്നെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നവർ ചോദിച്ചിരുന്നു. കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ഉമ്മ പലപ്പോഴും നാട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്നെ കാണാൻ വരുന്നവർക്ക് വാഹന സൗകര്യം അടവുകയില്ല, എന്നെ കാണാൻ വരുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ സൗകര്യം അവിടെ ഇല്ല, അവരെ കാണാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല, അതുകൊണ്ടാണ് കോഴിക്കോട് അവർ താമസിക്കുന്ന അവർ പറഞ്ഞു. ആളുകൾക്ക് വേണ്ടി വടവൂരിൽ അവർ വന്നതോടുകൂടി നമ്മൾ കാണാത്ത വികസനങ്ങൾ ഇനി എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വരിക എന്ന് അറിയുകയില്ല. കണ്ട് അനുഭവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹയാത്ത് കാലത്ത് ഒരാളൊരു മധുണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഒന്നുമല്ല, ഔസാഫുഹു മാ യന്തഹി തഅദാദുഹ ഫൽ മദ്ഹു യക്സുറു അൻ ബുലൂഗിൽ മഖ്സദീൻ. അവിടുത്തെ വസ്തുക്കൾ, വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. തഫ്രീജുൽ ഖാത്തിർ എന്നൊരു കിതാബുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ ഔസിൻ്റെ മക്കാമ് പറയുന്നുണ്ട്. ഔസിൻ്റെ ഒരു മക്കാമ് ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മഷിയാവുകയും മുഴുവൻ മരങ്ങളും പേനയാവുകയും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടേതാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താണ്? അൽ ഔസ് യുബായുഹുൽ കുൽ, ഔസിനോട് എല്ലാവരും ബയ്യത്ത് ചെയ്യണം. എല്ലാ നാട്ടുകാരും, എല്ലാ ജീവികളും, ജിന്നും മലക്കും മുഴുവൻ ആളുകളും. അങ്ങനത്തെ ഒരു പദവിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുല്ലാഹിന്റെ പദവി. ഇത് യഥാർത്ഥത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന, ചെവിടുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സംഭവമാണ്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഇവിടെ വരുന്ന എത്രയായിരം ആളുകൾ, ഒരാളോട് ചോദിച്ചു, ഇവിടെ നിന്ന് വലിയ മഹത്തുള്ള ആളാന്ന് പറയുന്നല്ലോ, എന്താണ് തെളിവ്? അവർ പറഞ്ഞതെന്താ അറിയോ? നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ കാലിൻ്റെ ഭാഗത്തും തലിൻ്റെ ഭാഗത്തും രാവിലെയും വൈകുന്നേരവും വലിയ വലിയ ആലിമികളല്ലേ ജീവിതകാലത്ത്? അതല്ലേ. ഒരാളവരെ കല്യാണം ക്ഷണിച്ചു. പറഞ്ഞു, ഞാൻ തന്നെ കല്യാണമല്ലേ, പിന്നെ ഇതിന് കല്യാണത്തിന് വേണമെന്ന് ചോദിച്ചു. എപ്പോഴും കല്യാണം പോവാൻ. ഇന്നിപ്പോൾ എത്രയോ ആളുകൾ ഇതാണെങ്കിൽ അല്ലാത്ത സമയവും രാവും പകലും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട അവിടുത്തെ പ്രിയക്കാരായ ആളുകളെ, അവർക്ക് നേരത്തെ ബഷീർ വൈസ് ഉസ്താദ് പറഞ്ഞത് നല്ല പ്രഭാഷണമാണ്. നമ്മളൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ബേജാറാവും. പക്ഷേ അവർക്ക് ഏത് സ്ഥലങ്ങളുള്ള ആളെയും
അവരൊന്നും നന്നായി നോക്കുകയില്ല, അതിനാൽ നന്നായി പോകുന്നു. ഹൗസിലെല്ലാം പറഞ്ഞോളൂ, നെതറത്തും മിന്നു ഇൻ സഹത്ത് കഫാ, അവരൊന്ന് നോക്കിയാൽ മതിയാവും. നമ്മളെ മജീദുലിയാർ കഴിഞ്ഞല്ലോ ഇതേ ദിവസവും പറഞ്ഞൊരു സമയം ഞാൻ ഓർക്കുകയാണ്. ഈ ബാബു, ശാലു, ഔക്കു മൂന്നാളുടെ ഈ കോഴിക്കോട്. മൂന്നാളെന്ന് പറഞ്ഞാൽ ബാബു എന്ന് പറയാൻ പറ്റൂല, ബാബു വലിയ മഹാനായ ആളാണ്, മറ്റോലും അങ്ങനെ തന്നെയാവും. മൂന്നാൾ 3 കമ്പനിയാണ്, എപ്പോഴും അവർ കൂട്ടാണ്. ഈ ഔക്കു എന്ന് പറഞ്ഞ ആൾ അവിടെ കറണ്ടിൻ്റെ പണിയെടുക്കുന്ന ആളാണ്. ഓർക്ക് എന്തെങ്കിലും ഫാനോ മറ്റോ ഒക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി കൊടുക്കും, കറണ്ട് ഇല്ലെങ്കിൽ ബീത് കൊടുക്കും. മൂന്നാളും അവിടെ അങ്ങനെ ലാദ്യമായി നിൽക്കും. ബാബു ഞാൻ കണ്ടിരിക്കുന്നത് ഉള്ളാളപ്പാപ്പൻ്റെ അടുത്ത് തെരീക്കത്ത് വാങ്ങാൻ മുഹമ്മദ് ഹാജി കിണാശ്ശേരി എന്നവരെ അവരെ കൊണ്ടുവന്നപ്പോൾ ഉള്ളാളപ്പാപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ ഉസ്താദ് പെട്ടെന്ന് ഒന്ന് സ്വീകരിക്കാത്തൊരു ഭാവം കാണിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞേച്ചാന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് സ്വീകരിച്ചു. പിന്നെ മരിക്കുന്നവരെ അവരുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. ഖാദിരിയത്തിൻ്റെ ഖിലാഫത്തൊക്കെ കൊടുത്ത് വലിയ പദവിയുള്ള ആളായിരുന്നു ബാബു നമ്മളൊക്കെ പറയൽ. അപ്പോൾ അവരെ കൂട്ടുകാരനായ ഔക്കു, സാലുപ്പുണ്ട്. ഔക്കു എന്ന് പറഞ്ഞവർ ഒരു ദിവസം എല്ലാവരും കൂടി പുരയിൽ നിൽക്കുമ്പോൾ നമ്മളെ കാന്തപുരത്തുള്ള എന്താ മൂപ്പര് പേര്, മുഹമ്മദാജി പറഞ്ഞു, പിന്നെ ഔക്കുവിന് സുഖല്ല, ബാബുക്കാനെ വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറയുന്നത്. ബാബുക്കാക്ക് ഔക്കുവിന് സുഖല്ല എന്ന് പറഞ്ഞ് കേൾക്കാൻ കഴിയൂല. ബാബുക്ക പറഞ്ഞു അത് ഞാനോട് പറയണ്ട, അതൊക്കെ പുണ്ടണ്ടെന്ന് പറഞ്ഞു. പിറ്റേത്തെ വെള്ളിയാഴ്ചനന്ന് ഒരാൾ വരുന്നു, ഔക്കുവിന് സുഖല്ല, ബാബുക്കാക്കനെ വിളിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ബാബുക്കാക്ക വേഗം ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് മരിച്ചിരിക്കുന്നില്ലേ, മരിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മജീദുലിയാർ അന്ന് ശൈഖിൻ്റെ പള്ളിയിൽ, ഇപ്പോഴും കോഴിക്കോട്ട് തന്നെയാണ്, അവിടുത്തെ ഔലിയാക്കന്മാരെ ഖിദ്മത്തായി അള്ളാഹു കുറേ കാലം ആഫിയത്തുള്ള ദീർഘായുസ് ഇതുപോലത്തെ പരിപാടിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന് അവിടെ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പം ഔക്ക് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കാണാൻ പോയി. മജീദുലിയാർ പറയാണ്, മയ്യത്ത് കണ്ടു നോക്കുമ്പോൾ ഔക്കുവിൻ്റെ മയ്യത്തല്ല അത്, ഔക്ക് കുറച്ച് കറുത്തിട്ടാ, ഔക്കുവിൻ്റെ ജ്യേഷ്ഠന് നല്ല വെളുത്തിട്ടാ. അപ്പം ജ്യേഷ്ഠന് ആണോ മരിച്ചത്, ഇത് ഔക്കല്ലേലോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ സംഭവം എന്താ അറിയോ, ആ സ്വപ്നത്ത് കണ്ട് പറഞ്ഞിരിക്കുന്നു, സിയം വലിയുല്ലാഹി വന്നിക്കുന്നു, അവരെ നോക്കിയിട്ടുണ്ടാവണം, അവരെ സ്വഭാവം തന്നെ മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. നമ്മളെ മജീദുലിയാർ ബഷീർ ഫൈസി പ്രസംഗിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹുമനിങ്ങളെ നമുക്ക് സന്തോഷിക്കാനുള്ള വകതാ ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ഓരോ കറാമത്ത് കൊണ്ട് വഫാത്തിൻ്റെ ശേഷവും അവരിടപെടൽ കൊണ്ട് നമ്മളൊക്കെ ഒന്ന് വെളുപ്പിച്ചിരുമാറാകട്ടെ. നമ്മൾ ബേജാറായിട്ട് നമ്മൾ ഇനി ഏടക്ക് പോവാനാ, ആരടുത്തേക്ക് പോവാനാ, നമുക്ക് കണ്ടവരിൽ ഏറ്റവും വലിയ മഹാൻ അവരെ കണ്ടിട്ടുണ്ട്. ഹയാത്ത് കാലത്ത് അവർക്ക് ഇടപെട്ട് ഒരൊറ്റ നോട്ടം കൊണ്ട് എത്രയായിരം ആളുകൾ വലിയ വലിയ പദവിയിൽ അവരാക്കിയല്ലോ. വഫാത്തിൻ്റെ ശേഷവും അവരൊന്ന് നോക്കുകയാണെങ്കിൽ അതിനാൽ പല അവസ്ഥയും തരും. നമ്മളൊക്കെ കൽബ് അവരെ കറാമത്ത് കൊണ്ട് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ, അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവർ കോഴിക്കോട്ട് എത്രയോ കാലം താമസിക്കുന്നു. അവിടെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവും അവർ കുറേ ആളുകൾ കൂടി ബാബുക്കാൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദാജിൻ്റെ മക്കളെല്ലാവരും കൂടി റാത്തീബ് ചെല്ലും. അത് ഇപ്പോഴും ദിക്ർ ചെല്ലും, ഇപ്പോഴും നടത്തുന്നുണ്ട്. കുറേ സമയം ചെല്ലിയിട്ട് അവസാനമാകുമ്പോൾ ഓർമ്മ വരുന്ന ആൾക്കാർക്ക് മുഴുവനും ഫാത്തിഹ ഓതും. അങ്ങനെ ഒരു ദിവസം മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ്, മുകളിൽ നിന്നാണ് ഒരു മുകളിലാണ് ഉണ്ടാകുക, താഴെ തണമെന്നാണ് ദിക്ർ. നിങ്ങൾ കുറേ ഫാത്തിഹ ഓതില്ല, അത് ഫാത്തിഹ ചുരുക്കുക, 21 ഫാത്തിഹ ആക്കുക. അവസാനത്തെ ഫാത്തിഹ ഈ ദിക്ർ സത്യം പതിവായി പോകുന്ന ആളാണ് നമ്മുടെ എപ്പിസാദിൻ്റെ പെങ്ങളെ. അപ്പം അളിയന് അള്ളാഹു തആല ദീർഘായുസുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് അവർക്കൊക്കെ നൽകുമാറാകട്ടെ. അവരമ്മയൊക്കെ നല്ല മഹതികളായിരുന്നു. അല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ താഴെ ഇറങ്ങിയിട്ട് ബാബുക്കാനോട് ഇവരൊക്കെ കേൾക്ക പറയാ, അവസാനത്തെ ഫാത്തിഹ ഇലാ ഹദ്റത്തി കുത്തുബില്ലാലും റഈസി സാഹിദീൻ മശാരിഖിൽ അർളില മഗാരിബിയ ശൈഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ ഫാത്തിഹ ഓതുകാന്ന് അവർ ബാബുക്കാനോട് പറഞ്ഞതാണ്. അത് ഇസ്മായിൽ മുസ്ലിയാരെ ഉണ്ടാക്കിയ മൗലൂദ് ഇതാ കാണാം. വഖാല ലിബിനി അമീരിഹി ഖറ ഫാത്തിഹ ലിശൈഖി കുത്തുബിൽ ആലമി ഹുവ ശൈഖുനാ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ പറയുക, അത് ഇത്ര കാലമായി അടിച്ചടിച്ച് വിതരണം ചെയ്ത് ഇവിടെയൊക്കെ എന്താ ആർക്കാ സംശയം, ആരെന്ത് പറയാനാ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു അവിടുത്തെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവർ തറിഞ്ഞ് പറഞ്ഞതാണ്. അപ്പോൾ അവരുമായൊരു ബന്ധം ഉണ്ടാവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഫാത്തിഹ തന്നെങ്കിലും ഓതാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഒരു ഫാത്തിഹ ഓതാൻ അവർ നമുക്ക് അവരോട് പറഞ്ഞു കൊടുത്തു, നമ്മുടെ എല്ലാവരോടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അതിനാൽ അവരെ മദദ് നുസ്രത്ത് ഉണ്ടാവും. അല്ലാഹു തആല അവരെ പേരിൽ ഫാത്തിഹ ഓതി മദദ് നുസ്രത്ത് കരസ്ഥമാക്കുന്ന സാധുക്കളിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ.